കെ സുരേന്ദ്രൻ അല്പം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു സമീപനമായിരുന്നു. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾ എന്ത് ചവറ് വാർത്തയാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ബി ജെ പിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിലുണ്ടായത് ഒരു സ്വാഭാവികമായ ഒരു പിന്നാക്കം പോക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള മുഴുവൻ വാർത്തകളെയും അധ്യക്ഷൻ തള്ളിക്കളയുകയാണ്. പ്രദീപ്, കേൾക്കാമോ? ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം അല്പസമയത്തിനകം തന്നെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ തുടങ്ങും. അതേസമയം ഇന്നത്തെ ഈ നേതൃയോഗത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുക. ഉപതെരഞ്ഞെടുപ്പോ അതിനെ തുടർന്നുള്ള പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഫലനങ്ങളോ ഒന്നും ചർച്ച ചെയ്യില്ല എന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പല കാര്യങ്ങളും അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ആരാഞ്ഞുവെങ്കിലും പരിഹസിക്കുന്ന അല്ലെങ്കിൽ ക്ഷോഭിക്കുന്ന ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിനത്. കാര്യങ്ങൾ അറിയാതെ ബി.ജെ.പിയെക്കുറിച്ച് വെറും ചവറ് വാർത്തകൾ മാത്രമാണ് മാധ്യമങ്ങൾ നൽകുന്നത് എന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വലിയ പരാജയം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നു. ബി.ജെ.പിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. മറിച്ചുള്ള വാർത്തകളെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ ചവർ വാർത്തകൾ എന്നാണ് ബി.ജെ.പിയെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളില്ല എന്ന് ഊന്നിപ്പറയുകയും ചെയ്യുന്നു. ഒരു വേള പരിഹസിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ടർമാർ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. പിന്നീട് പറഞ്ഞത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള എല്ലാ വാർത്തകളും കെട്ടിച്ചമച്ചതാണ്, കാര്യങ്ങൾ അറിയാതെ സൃഷ്ടിക്കുന്ന വാർത്തകൾ മാത്രമാണ് ഇത് എന്നായിരുന്നു. അതേസമയം വി മുരളീധരനോട് പ്രതികരണം ആരാഞ്ഞുവെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. പാലക്കാട് മത്സരിച്ച സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് പാലക്കാട് നഗരസഭാ അധ്യക്ഷ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ പരിശോധിക്കപ്പെടണം. അവർ അവരുടെ പെട്ടെന്നുള്ള ഒരു വികാരം പ്രകടിപ്പിച്ചതായിരിക്കാമെന്നാണ്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ പ്രചാരണത്തിൽ സജീവമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറിച്ച് CPM-ന്റെ ഏതാണ്ട് 7000-ഓളം വരുന്ന വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് സി കൃഷ്ണകുമാർ ഉന്നയിച്ചത്. അല്പസമയത്തിനകം തന്നെ നഗരത്തിലെ ഹോട്ടലിൽ ബി.ജെ.പിയുടെ നേതൃയോഗം തുടങ്ങും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നേതൃയോഗം ചേരുന്നത്. പരസ്യമായി തന്നെ സംസ്ഥാന അധ്യക്ഷന് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രതികരണങ്ങൾ വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നേതൃയോഗം ചേരുന്നത്.